വയോധികയെ ചുട്ടുകൊന്ന കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തവും പിഴയും. തൊടുപുഴ മുട്ടം തോട്ടുങ്കര ഭാഗത്ത് ഊളാനിയിൽ വീട്ടിൽ സരോജിനി എന്ന 72-കാരിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഈ കേസിലാണ് ഇന്ന് വിധി വന്നത്. ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി സുനിൽ കുമാറിനെയാണ് ശിക്ഷിച്ചത്. സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പ്രതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. സരോജിനിയുടെ സഹോദരി പുത്രനാണ് സുനിൽ കുമാർ. ഈ സംഭവം നടക്കുന്നത് 2021 മാർച്ച് 31 രാത്രി ഏകദേശം 1 മണിയോടുകൂടി ആ നാടിനെ നടുക്കിയ ക്രൂരകൃത്യം. 6 വർഷമായി സരോജിനിയുടെ വീട്ടിൽ സഹായി എന്ന മട്ടിൽ താമസിച്ചു വരികയായിരുന്നു സുനിൽ കുമാർ. അവിവാഹിതയാണ് സരോജിനി. ഈ സരോജിനിക്ക് 2 ഏക്കർ സ്ഥലമടക്കം ഏകദേശം 6 കോടിയോളം രൂപയുടെ സ്വത്തുണ്ടായിരുന്നു. ഈ സ്വത്തെല്ലാം സുനിലിന് നൽകാമെന്ന് സരോജിനി ഒരിക്കൽ പറഞ്ഞിരുന്നതാണ്. പക്ഷെ പിന്നീട് അതിൽ ചില മാറ്റങ്ങൾ വന്നു. 2 സഹോദരിമാരുടെയും 9 മക്കളുടെ പേരിൽ ഈ സ്വത്ത് മുഴുവൻ വീതം വെച്ച് നൽകാനായിരുന്നു സരോജിനിയുടെ തീരുമാനം. ഇത് വൈരാഗ്യത്തിനുള്ള കാരണമായി. കൊലപാതകത്തിന് കാരണം വീട്ടിലെ പാചകവാതക സിലിണ്ടർ തുറന്നുവിട്ട് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇയാളെത്തി. അങ്ങനെ തീപിടുത്തമുണ്ടാക്കി കൊലപാതകം നടന്നു. അതൊരു സ്വാഭാവിക പൊട്ടിത്തെറി കൊണ്ടുള്ള മരണമാണ് എന്ന് വരുത്തി തീർക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇയാൾ പ്രത്യേകം ശ്രമിച്ചിരുന്നു. അന്ന് നടന്നതെന്താണ്? ഈ സംഭവത്തിന് ശേഷം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു. ആ നാട്ടുകാർ പറയും അന്ന് അവർ കണ്ടതും അവർ അറിഞ്ഞതും. ഈ സംഭവം നടന്ന ദിവസം തന്നെ ഞാൻ 4:30 സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്പോൾ ഇത് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ വീടൊന്നും കത്തിപ്പോയില്ല. വീട് കത്തിപ്പോകുന്നുള്ള ധാരണയിൽ പുള്ളി ഗ്യാസിൻ്റെ പൈപ്പ് ഊരിയിട്ട് തീ കൊടുക്കും. പൈപ്പ് പയ്യെ കത്തിക്കൊണ്ടിരുന്നു. അടുത്തുള്ളവരൊക്കെ ചെല്ലുമ്പോൾ ഈ പൈപ്പ് കത്തുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മണ്ണെണ്ണ ഇതൊക്കെ ഒഴിച്ച് കുറച്ച് കത്തിച്ചു. അപ്പോൾ അത് അവരൊക്കെ കൂടി തീ കെടുത്തി. അപ്പോൾ ഫയർ ഫോഴ്സ് കൂടെ വന്നിട്ടാണ് പിന്നെ അപ്പോഴും അടുത്തുള്ളവർ ചോദിച്ചു ഈ അമ്മ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് അകത്ത് കിടപ്പുണ്ട്. ഈ കക്ഷി പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ്റെ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 മണിക്ക് മുമ്പ് ഈ കൊലപാതകം കഴിഞ്ഞു. ഇവൻ ചവിട്ടിക്കൊല്ലുമായിരുന്നു. ബഹുമാനപ്പെട്ട സിഇയോട് കൃത്യമായി അന്നത്തെ വിജയകുമാർ സാറിനോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നു. ഇവൻ ടൈലിലേക്ക് എടുത്ത് അടിച്ചിട്ട് തലയോടൊക്കെ പൊടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചവിട്ടി 5 വാരിയിൽ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായ അതിനുശേഷം കട്ടിലയിലെടുത്ത് കിടത്തിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുകയും ഇതെല്ലാം നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും കണ്ടെത്തുന്നതാണ്. അതിനുശേഷമാണ് ഇവൻ എടുത്തു കൊണ്ടുവന്ന് അടുക്കള സൈഡിൽ കിടത്തുകയും ഈ ഗ്യാസ് തുറന്നു വിട്ട് വീട് മുഴുവൻ കത്തിപ്പോകുന്നുള്ള പ്രതീക്ഷയിലാണ് ചെയ്തത്. വീട് കത്തിപ്പോയി ദൈവം കൂടെയാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് ഒരു വലിയ തെളിവായിട്ട് കിടന്നു. അങ്ങനെ നാട്ടുകാർ കണ്ടത് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ്. ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ മരണം ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നത്. അങ്ങനെ വിവിധ വകുപ്പുകളിലായി പ്രതിക്ക് 33 വർഷത്തെ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ് കോടതിയുടെ വിധി. പ്രോസിക്യൂഷൻ വാദിച്ചത് വധശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു. കാരണം അത്രമാത്രം ക്രൂരമായിട്ടാണ് ആ സ്ത്രീയെ, സരോജിനിയെ, സ്വന്തം സഹോദരിയുടെ പുത്രൻ കൊന്നു തള്ളിയത്. പക്ഷേ ആ അംഗീകരിക്കപ്പെട്ടില്ല. പക്ഷേ എന്നാലും അപ്പീൽ പോകേണ്ട എന്നുള്ളതാണ് തീരുമാനം. കാരണം ഏറ്റവും മികച്ച ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നൽകി കിട്ടി എന്നുള്ളതാണ് ജോണി അലക്സ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ രേഖകളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിച്ചു. അവരുടെ പരിശോധന, വളരെ ശാസ്ത്രീയ പരിശോധനകൾ കേസിൻ്റെ നിർണായക തെളിവായി. വധശിക്ഷയാണ്. പക്ഷെ മാക്സിമം കൊടുത്തതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പീൽ പോകുന്നില്ല. അതിനകത്ത് പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രതിക്ക് അതുപോലെ തന്നെ ജീവനും തടവാണ് ഇന്ന് തൊട്ടാണ് അനുഭവിക്കേണ്ടത്. സെറ്റ് ഓഫ് അനുവദിച്ചിട്ടില്ല. കൃത്യമായ ആസൂത്രണത്തിന് ശേഷമായിരുന്നു ആ കൊലപാതകമെന്ന് ജില്ലാ കോടതി അത് കണ്ടെത്തി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് സുനിൽ കുമാറിനെ കുരുക്കിയത്. ഓർക്കുക, ഒരു അവിവാഹിതയായിട്ടുള്ള വയോധിക, 72 വയസ്സായി. ആ സ്ത്രീയുടെ മുഴുവൻ സഹായവും മുഴുവൻ കരുണയും പറ്റി ജീവിച്ചിരുന്ന അയാൾ
അവരുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി അതിദാരുണമായി കൊല്ലുന്ന സാഹചര്യം എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്?